അപ്പൊ പാക്കപ്പ് പാക്കപ്പ്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു ഫീലൊക്കെ ഇങ്ങനെ എന്തോ ഇപ്പൊ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. എല്ലാത്തൊരു എക്സൈറ്റ്മെന്റിലാണ് നിൽക്കുന്നത്. എനിക്ക് ഇത്രയും പെർഫെക്ഷനിൽ ഈ സാധനം ഇങ്ങനെ എടുത്തു കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ അടുത്ത സപ്പോർട്ടാണ്. പിന്നെ മൻസൂറിനെ കുറെ കാലമായിട്ട് പരിചയപ്പെട്ട് ഒരു മൂന്ന് വർഷത്തെ പരിചയം ഉണ്ടല്ലേ. അന്നോട്ട് ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റോറിയൊക്കെ എഴുതുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഇപ്പോഴാണ് ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ സമയം കിട്ടിയതും എല്ലാവരും ഫ്രീ ആയത്. കുറെ സ്റ്റോറി ഉണ്ട്, ഞാൻ മുന്നോട്ട് പോകണം. അപ്പൊ ഇതൊരു തുടക്കമായിട്ട് ഞാനിങ്ങനെ നന്നായിട്ട് ഇവരൊക്കെ അഭിനയിച്ച് നല്ല സെറ്റാക്കി. അതൊക്കെ കൊല്ലത്തുനിന്ന് വന്നതാണ്. പിന്നെ ഇവനാണെങ്കിൽ എയർപോർട്ടിൽ 3 ദിവസത്തെ ജോലിയും കളഞ്ഞു വന്ന് ഇവന് ലീവ് എടുത്ത് ഇവന് ആലപ്പുഴയുള്ളതാണ്, പുള്ളി കോഴിക്കോടുള്ളതാണ്. പിന്നെ ഇവൻ്റെ കൊട്ടാരക്കരയിൽ നിന്ന് വന്നതാണ് അബി. കരുനാപ്പള്ളിയാ വീട്, കൊല്ലത്ത്, കോഴിക്കോട്, ആലപ്പുഴ. ഞാനും കൊല്ലം. എൻ്റെ പേര് വിവേക്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കുഞ്ഞു മൊബൈലിലൊക്കെ കുറച്ച് ടിക്ടോക്ക് പോലുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുള്ള എക്സ്പീരിയൻസ് വരുന്നത്. കാരണം ഇത്രയും ദൂരെ വന്നിട്ട് നല്ലൊരു സ്റ്റോറിയാണ്. അതൊക്കെ കൊണ്ടാണ് പിന്നെ പുള്ളിയോട് സപ്പോർട്ട് ചെയ്ത് നമ്മൾ നിന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ക്യാരക്ടറായിരുന്നു മനസ്സിൽ തന്നത്. അത് ഞാൻ നല്ലോണം അഭിനയിച്ചെന്ന് ഞാൻ സ്വയം വിചാരിക്കുന്നു. പൊളിച്ചടക്കി പ്രേക്ഷകരാണ്. എൻ്റെ വീട് ആലപ്പുഴയിലാണ്. എനിക്കും ഇവരെ പോലെ അല്ല, കൂട്ടത്തിൽ പറയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നാണ്. അപ്പം ഇതിനൊരു പാട്ടായിട്ട് എൻ്റെ പേര് അഭിനയം. ഞാൻ കോഴിക്കോട് നിന്നായിരുന്നു. ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് ചെറിയ കാര്യമാണ്. പിന്നെ വിവേക് എൻ്റെ തന്നെയാണ്. പുള്ളിക്കാരാണ് സിനിമയിൽ കൊണ്ടുവന്ന് അഭിനയിക്കുന്നതിൻ്റെ ആവും കോൺഫിഡൻസ് ആണ് വിവേകമാണ് എൻ്റെ രംഗപ്പോൾ. സന്തോഷം അഭിനയിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ട് തന്ന മിസ്മിത്തക്കാർക്ക് താങ്ക്സ്. അപ്പൊ പാക്കപ്പ് പാക്കപ്പ്. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഒറ്റ കൈ പിടിച്ചിട്ട് എടാ ഇപ്പൊ എന്ത് ചെയ്യണം പറയണ? ചാടിയിട്ട് ഇങ്ങനെ അവർക്ക് കൊടുത്താൽ മതി. മറ്റേത് കൊടുത്ത എനിക്കിത് റെഡി ആയില്ല. ക്യാരക്ടറായി ഇടിച്ചോടാണെന്ന്. ഇങ്ങനെ നോക്കുന്നു. ഇനിയും വലിയ വലിയ അവസരങ്ങളിലായിട്ട് ഇവരെയും കയറ്റിവിടാം, അതുവഴി നമ്മളും രക്ഷപ്പെടുക. ഇനിയും പുതുമുഖങ്ങളുണ്ടെങ്കിൽ ഇനിയും ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കും. എല്ലാവർക്കും വേറെ ഒരു സിനിമയിലോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. അവരെല്ലാം എനിക്ക് കൊണ്ടുവരണമെന്നുണ്ട്. വലിയൊരു ടീം തന്നെ എനിക്ക് ഫോം ചെയ്യണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം റെഡി ആവുന്ന